കൃത്യമായി പഠിപ്പിച്ച മതമാണല്ലോ. ലാ യർഹമുല്ലാഹ് മല്ലാ യർഹമുന്നാസ്. ജനങ്ങളോട് കാരുണ്യം ചെയ്യാത്ത മനുഷ്യനാണോ അവന് റബ്ബിന്റെ കാരുണ്യമില്ല. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു രണ്ടാളും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മഹാനായ ജരീർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ യർഹമുല്ലാഹ് റബ്ബ് കാരുണ്യം ചെയ്യൂല, വലാ യർഹമുന്നാസ്. ജനങ്ങളോട് കാരുണ്യം ചെയ്യാത്തവനാണോ അവന് റബ്ബ് കാരുണ്യം ചെയ്യൂല. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ലാ യർഹമുല്ലാഹ്, അല്ലാഹ് റഹ്മത്ത് ചെയ്യൂല. ആർക്ക് ചെയ്യൂലാന്നാ പറഞ്ഞത്? മല്ലാ യർഹമുൽ മുഅ്മിനീൻ പറഞ്ഞത് അല്ല, മുഅ്മിനീങ്ങൾക്ക് കാരുണ്യം ചെയ്യാത്തവന് അല്ലാഹ് കാരുണ്യം ചെയ്യൂല എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ല. പിന്നെ മല്ലാ യർഹമുൻ നാസ്, ജനങ്ങളോട് കാരുണ്യമില്ലാത്തവൻ അവനിക്ക് അല്ലാഹു കാരുണ്യം ചെയ്യൂല എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വിശാലമായ മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അല്ലേ? എത്ര വിശാലമായി ചിന്തിച്ച മതമാണ്. മല്ലം യഅതി അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞത് കാണാം, അല്ലാഹു തആല കാരുണ്യം ചെയ്യൂല. ആർക്ക് കാരുണ്യം ചെയ്യൂല? ഭൂമി ലോകത്ത് ജീവിക്കുന്നവർക്ക് കാരുണ്യം ചെയ്യാത്തവന് അല്ലാഹ് കാരുണ്യം ചെയ്യൂല. ഭൂമിയിലുള്ളവരോട് കാരുണ്യമുള്ളവരാകണം. ഭൂമിയിലുള്ളതാണ് ജീവനുള്ള വസ്തുക്കൾ, ജീവനില്ലാത്ത വസ്തുക്കൾ എല്ലാറ്റിനോടും കാരുണ്യം വേണം. പൂച്ചയോട് വരെ കാരുണ്യം വേണം, നായോട് വരെ കാരുണ്യം വേണം. കഴിക്കാൻ പറ്റാത്തതാണെങ്കിലും പന്നിയോട് പോലും കാരുണ്യം വേണം. നജസാണെന്ന് പറയുന്ന നായയാണെങ്കിൽ അതിനോട് പോലും കാരുണ്യം വേണം. അതുകൊണ്ടല്ലേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗ്ഗത്തിൽ കടന്നുപോയി, പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരിൽ നരകത്തിൽ കടന്നുപോയി. സഹിഹായ ഹദീസല്ലേ. ഭൂമി ലോകത്ത് സർവരെയും പരിഗണിച്ചോളണം. ആരെയും നിസാരപ്പെടുത്താൻ വകുപ്പില്ല, ഒരാളെയും ചെറുതാക്കാൻ വകുപ്പില്ല, ഒരാളെയും കുറ്റപ്പെടുത്താൻ നിർവാഹമില്ല. മനുഷ്യനാണോ തെറ്റുകൾ സംഭവിച്ചേക്കാം, അവന്റെ തെറ്റിന്റെ പേരിൽ പോലും അവന്റെ തെറ്റ് പരസ്യപ്പെടുത്തി ആക്ഷേപിക്കാൻ പോലും പരിശുദ്ധ ദീനുൽ ഇസ്ലാം മനുഷ്യന് പെർമിഷൻ നൽകിയിട്ടില്ല. തെറ്റ് സംഭവിച്ചു എന്നുറപ്പായാൽ പോലും അവനെ ആക്ഷേപിക്കാൻ നമുക്ക് അല്ലാഹു തആല പെർമിഷൻ തന്നിട്ടില്ല. ഒരാളെയും ആക്ഷേപിക്കരുത് എന്നാണ് ഇസ്ലാം. വലഖദ് കർറംനാ ബനി ആദം, ആദം സന്തതികളെ അല്ലാഹു ആദരിച്ചിട്ടുണ്ട് എന്നാണ് ഖുർആൻ. അവിടെ മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ മതമില്ലാത്തവനെന്നോ നിരീശ്വരവാദിയെന്നോ വ്യത്യാസമില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്ക്, പലപ്പോഴും നിരീശ്വരവാദികൾക്ക് നമുക്ക് മറുപടി പറയാൻ ചിലപ്പോൾ പരസ്യമായി മറുപടി പറയാൻ കഴിയില്ല. എങ്ങനെ മറുപടി? ഡിബേറ്റ് ചെയ്യുമ്പോൾ പരസ്യമായി ചിലപ്പോൾ ചില മറുപടികൾ അവരോട് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? മറുപടി ഇല്ലാത്തത് കൊണ്ടല്ല, അവരുടെ സംസാരത്തിന് ബ്രേക്ക് ഉണ്ടാകൂല, അവർക്ക് പ്രയോഗങ്ങൾക്ക് ബ്രേക്ക് ഉണ്ടാകൂല. അവർ അല്ലാഹുവിനെ ചീത്ത വിളിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിക്കും, അതുപോലെ ദീനിനെ ചീത്ത വിളിക്കും, ഖുർആനിനെ ചീത്ത വിളിക്കും, മനുഷ്യരെ ചീത്ത വിളിക്കും. ഇസ്ലാമോ ജീവനുള്ള ഒരു വസ്തുവിനോട് പോലും നിങ്ങൾ ഒരിക്കലും ചീത്ത വിളിക്കരുത്, ഒന്നിനെയും നിസാരപ്പെടുത്തരുത്. എന്തിലധികം പറയാനാണ്, മറ്റുള്ളവർ ആരാധിക്കുന്ന ബിംബങ്ങളെ പോലും, മറ്റുള്ളവർ ആരാധനകൾ അർപ്പിക്കുന്നവരുടെ ആരാധന വസ്തുക്കളെ പോലും നിങ്ങൾ ഒരിക്കലും ചീത്ത വിളിക്കരുത് എന്ന് പറഞ്ഞ മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അതുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കുമ്പോ അവരോട് സംസാരിക്കേണ്ട ശൈലി ഒരിക്കലും നല്ല നിലക്ക് പറഞ്ഞാൽ അവർക്ക് തിരിയൂല, നല്ല ഭാഷകൾ അവരുടെ കയ്യിലുണ്ടാകൂല, നല്ല പ്രയോഗങ്ങൾ അവരുടെ മുന്നിലുണ്ടാകൂല, നല്ല സംസാരങ്ങൾക്ക് അവർക്ക് പരിചയമുണ്ടാകൂല. കാരണം എന്താണ്? നല്ല നിരീശ്വരവാദിയായത് നല്ലതെന്താണ് എന്നറിയാത്തത് കൊണ്ടാണ്, നല്ലതും ചീത്തയുമുണ്ട് എന്ന് അംഗീകരിക്കാത്തത് കൊണ്ടാണ്, നല്ലതും മോശമായതും വേർതിരിക്കാൻ അറിയാത്തത് കൊണ്ടാണ്, നല്ലതിനെയും മോശമായതിനെയും വേർതിരിക്കാനുള്ള മനസ്സില്ലാത്തത് കൊണ്ടാണ്. അവൻ എന്തുമാവാം, എന്തും പറയാം. അതുകൊണ്ട് തന്നെ അവനോട് സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മളെ മാന്യത കീപ്പ് ചെയ്യേണ്ടി വരും. അവരോട് പരസ്യമായി സംസാരിക്കുമ്പോൾ ചിലപ്പോൾ തലതാഴ്ത്തി പോകേണ്ടി വരും.